കോഴിക്കോട് അന്നശ്ശേരി സ്വദേശിക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും വീട് വയ്ക്കാൻ സഹായം നിഷേധിച്ചുവെന്ന പരാതിയിൽ കേസെടുത്തിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ. തലക്കുളത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. 24 ഇംപാക്ട് അഭിജിത്ത് മുഴക്കുന്നു ചെയ്യുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടൊരു വാർത്തയാണ് ഇത്. ഇതിലിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്താണ് കമ്മീഷന്റെ നിർദ്ദേശം? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, അന്നശ്ശേരി സ്വദേശിയായ ബാബുവും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ടാർപോളിൻ വലിച്ചു കെട്ടിയ ഒരു ഒറ്റമുറി വീട്ടിലാണ് കഴിഞ്ഞ 8 വർഷമായി ഇവരുടെ താമസം. മഴ പെയ്താൽ അവർ അനുഭവിക്കുന്ന ദുരിതമൊക്കെ തന്നെ 24 പുറത്തു കൊണ്ടുവന്നിരുന്നു, വാർത്തയാക്കിയിരുന്നു. അവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ധനസഹായം നിഷേധിച്ചു എന്നുള്ളതായിരുന്നു പരാതി. പ്രധാനപ്പെട്ട കാരണം ഈ തീരദേശ പരിപാലന ചട്ടമാണ്. അവരുടെ വീടിന് സമീപത്ത് ഒരു പുഴയുണ്ട്. ഈ പുഴ 82 മീറ്ററിനുള്ളിലാണെന്നും അതിനാൽ തന്നെ വീട് വയ്ക്കാനുള്ള അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നൽകാൻ സാധിക്കില്ല എന്നുള്ളതുമായിരുന്നു അധികൃതരുടെ മറുപടി. അതിനാൽ തന്നെ അവർക്ക് ഈ വീട് വയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിലൊരു തടസ്സവും ഉണ്ടായിരുന്നു. ബാബുരാജ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീടും ഈ പുഴയും തമ്മിലുള്ള അകലം 110 മീറ്ററാണ്. അതിനാൽ തന്നെ ഈ ചട്ടത്തിൻ്റെ പുറത്താണ് ഈ വീട് വരുന്നതെന്നും അതിനാൽ തനിക്ക് ഇത്തരത്തിലുള്ളൊരു സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടേണ്ട കാര്യമില്ല എന്നുള്ളതുമായിരുന്നു ബാബുരാജിൻ്റെ ഒരു വാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി. ഏതായാലും ഇക്കാര്യത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. തലക്കുളത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് 15 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അടുത്ത മാസം നടക്കുന്ന സിറ്റിംഗിൽ അടുത്ത മാസം 24-ന് നടക്കുന്ന സിറ്റിംഗിൽ ഈ ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുകയും ചെയ്യും. പ്രജിത്ത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.